ITC, Godfrey Philips പോലുള്ള സിഗരറ്റ് സ്റ്റോക്കുകൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 8-10% ഒരു ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ITC സ്റ്റോക്ക് ആണെങ്കിൽ 52 വീക്ക് ലോയിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേജർ റീസൺസ് ഒക്കെ ഒന്ന് നോക്കാം, എന്താണ് സ്റ്റോക്കിൽ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ഗവൺമെൻറ് അതായത് അഡീഷണൽ ആയിട്ട് ഒരു എക്സൈസ് ഡ്യൂട്ടി ഈ ഒരു സ്റ്റോക്കുകളിൽ കൊണ്ടുവന്നിരിക്കുന്നു, ടൊബാക്കോ സ്റ്റോക്കുകളിൽ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി 1 ഇത് നിലവിൽ വരുന്നത്. ആ ഒരു ടൈം തൊട്ട് സിഗരറ്റിൻ്റെ വിലയിൽ ഇൻക്രീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഈ ITCയുടെ ആയാലും അതേപോലെ ഗോഡ്ഫ്രൈസിൻ്റെ ആയാലും. അപ്പം ഈ ഒരു ഇൻക്രീസ് അതിൻ്റെ സെയിൽസിനെ ബാധിക്കാൻ കാരണമാവും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള ഡിപ്പ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ITCയുടെ മേജറായിട്ടുള്ള ബിസിനസ് വരുന്നതെല്ലാം സിഗരറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഈ സ്റ്റോക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ITCയുടെ ഫണ്ടമെൻറ്റൽസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ITC നമുക്കറിയാം അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുമ്പോൾ 4,59,000 കോടി, അതായത് ലാർജ് ക്യാപ്പിൽ വരുന്ന ഒരു കമ്പനിയാണ്. വലിയൊരു മാർക്കറ്റ് ക്യാപിറ്റലാണ് ഈ കമ്പനിക്കുള്ളത്. പിന്നെ അത് കൂടാതെ ഇവരുടെ മറ്റ് റേഷ്യോസ്, ഇപ്പോൾ PE റേഷ്യോ, ഇൻഡസ്ട്രി റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതെല്ലാം ഓക്കെയാണ്. മറ്റ് റേഷ്യോസും വലിയ കുഴപ്പമില്ലാത്ത തന്നെ നിൽക്കുന്നുണ്ട്. ഇൻട്രിൻസിക് വാല്യൂ ഏകദേശം മാർക്കറ്റ് പ്രൈസിന് അടുത്തായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പം ഡെപ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്പനിയെ പറയാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ഡെപ്റ്റ് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ സെയിൽസിൻ്റെ ആ ഒരു കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സെയിൽസിൽ ചെറിയ രീതിയിലുള്ളൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെക്നിക്കലി സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ എൻട്രിക്ക് കൺസിഡർ ചെയ്യാം, നല്ലോണം നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. ഇതിനി ഫർദർ ഇതിൻ്റെ അകത്ത് പാടുണ്ടാവുമെന്ന് അടുത്ത ദിവസം നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ ഇപ്പോൾ ടെക്നിക്കലി ഉള്ളൊരു സപ്പോർട്ട് ഏരിയയിലാണ് വന്നിട്ടാണ് സ്റ്റോക്ക് അവിടെ നിന്ന് തിരിച്ച് മൂവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 362 ആ ഒരു ഏരിയ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 360 ആയിരുന്നു അതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ, നല്ലൊരു സപ്പോർട്ട് ഏരിയ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വെച്ചിട്ടാണ് അത് തിരിച്ച് കയറിയിട്ടുള്ളത്. ഓക്കെ.